എൻ്റെ ആ കന്നി വോട്ട് ഞാൻ ചെയ്തത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്. നമസ്കാരം. നമ്മുടെ യാത്രയിൽ ഇന്ന് എനിക്കൊരു വീണ് കിട്ടിയ അതിഥിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒരു അപരനായിട്ട് ഞാൻ വരികയാണെങ്കിലും അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കണ്ണൂർ ജില്ലയുടെ പ്രമുഖനായ നേതാവാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഒരു മോദി ടച്ച് ഉണ്ടല്ലേ? അങ്ങനെ പറയുന്നുണ്ടല്ലേ? ഇപ്പൊ ആ ഒരു അനുഭവത്തെ കുറിച്ച് ആദ്യം ചോദിക്കട്ടെ. എവിടെയൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ വന്ന് അന്വേഷിക്കാറുണ്ടോ? എങ്ങനെയൊക്കെയാണ് അതിന്റെ? ആദ്യം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഇതുപോലെ തന്നെ പിന്നെ ട്രെയിനിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ആളിങ്ങനെ വളഞ്ഞ് ഫോട്ടോ എടുക്കുക, അതിനെ പോലെ ഉണ്ടെന്ന് എല്ലാവരും പറയലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഹരിയാനയിൽ പോയി. ആ സമയത്ത് തന്നെ 2 ദിവസം ഹരിയാനയിൽ. അവിടെയും എല്ലാവരും ഫോട്ടോ എടുക്കലും. പിന്നെ ഞാൻ ഒന്ന് ഭയപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഹരിയാനയിൽ ഞാനൊരു വാഹനം എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ 3-4 ആളുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുക. ആ സമയത്ത് 2 ആൾ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചും കൊണ്ടുപോയി. അയ്യോ, അപ്പം ഞാൻ ഭയപ്പെട്ടു. പുറകിൽ തന്നെ എൻ്റെ കൂടെയുള്ള ആളും വന്നെങ്കിലും അവർ കൊണ്ടുപോയത് വലിയൊരു ഫർണിച്ചർ നിർമ്മിക്കുന്ന സ്ഥലത്താണ്. അവിടെ ഒരു 10-50 ആൾ തൊഴിലാളികളുണ്ട്. അവർക്ക് എന്നെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കണം, അതിനെ കൊണ്ടുപോയി. അപ്പോൾ ഫോട്ടോയിലെടുത്ത് എനിക്ക് ചായയെല്ലാം തന്നു. നല്ല തന്നെ. പക്ഷേ ഭയന്നു. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസ് വഴിയാ വന്നു. മദ്രാസ് എയർപോർട്ടിൽ നിന്നും ഒരുപാട് ആളിങ്ങനെ ഫോട്ടോ എടുക്കലും സംസാരമെല്ലാം ഉണ്ട്. അപ്പോൾ അടുത്ത് കഴിഞ്ഞ മാസം ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരും ഇതുപോലെ തന്നെ വലിയ അനുഭവം തന്നെയാണ്. ഇങ്ങനെ ആൾക്കാർ വരിക, മോദി ചെയ്താന്ന് പറയാ. അല്ല, എനിക്കാണെങ്കിൽ ഇപ്പൊ പറയാം, മോദിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ മോദിയുടെ അവരിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും കിട്ടില്ല. ഞാനും മോദിന്റെ ശൈലൊന്നും ആക്കുന്നില്ല. സ്വാഭാവികമായിട്ട് എന്റെ ഒരു രൂപം അങ്ങനെ വന്നതാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ആദ്യം മുതലേ ധരിക്കുന്ന ഡ്രസ്സുകളാണ്. ഇപ്പൊ പല രീതിയിലും നല്ല പറയുന്ന ആളും മോശം പറയുന്ന ആളും. എന്റെ കൂട്ടത്തിൽ തന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്ന ആളെല്ലാം ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന പോലെയാണ്. അപ്പൊ ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. നമുക്ക് വസ്ത്രം ഇഷ്ടമുള്ള ധരിക്കാം, ഭക്ഷണം ഇഷ്ടമുള്ള കഴിക്കാനാണ് നമ്മളെ വാദം. പിന്നെ അത് മാറ്റാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷെ മോദിയെ പോലെ എന്ന് ആദ്യം പറഞ്ഞത് ആരായിരിക്കും? ഇല്ല, കുടുംബത്തിനൊന്നും പറഞ്ഞില്ല. ഇവിടുന്ന് തന്നെ ടൗണിൽ തന്നെ ഉള്ള എൻ്റെ ഈ BJP യിലായിട്ട് ബന്ധമുള്ള സുഹൃത്തുക്കൾ അവരൊക്കെ പറയും നമ്മളെ നേതാവിനെ പോലെ ഉണ്ടല്ലോ എന്ന് അങ്ങനെ പറയാറ്. അത് ഞാൻ അത്ര കണക്കിലെടുത്തില്ല. ഓട്ടം വരുമ്പോഴാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. അങ്ങനെ ഉണ്ട്. പക്ഷെ മോദിന്റെയോ എൻ്റെ ആയിട്ട് വലിയ വ്യത്യാസമില്ല. മോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ പ്രധാനമന്ത്രി, നമ്മളെ പ്രധാനമന്ത്രി, പിന്നെ വലിയ നേതാവ്. അവിടെ എത്തൂലല്ലോ. എന്തായാലും ആശയത്തിലാണെങ്കിൽ മോദിന്റെ ആശയം എൻ്റെ ആശയം വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അവിടേക്ക് ഞാൻ ചോദിക്കട്ടെ, ആശയപരമായിട്ട് വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടൊന്നും മാറ്റമുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്. അവിടെയാണ് വൈസ് പ്രസിഡന്റാണ്. അപ്പൊ എൻ്റെ പാർട്ടി, അതുപോലെ എൻ്റെ പിന്നെ ജീവിതം, എൻ്റെ വിശ്വാസം, അതിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമല്ലോ. അതില് ഒരാളെ പോലെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒന്നും ബാധിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു വിഷയമില്ല. അവിടെ ചർച്ച നടന്നിട്ടുണ്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള രീതികളിലേക്ക് വരുമ്പോൾ? അങ്ങനെ ഈ വർഷം സുഹൃത്തുക്കളെല്ലാം തമാശ പറയാന്നല്ലാണ്ട് ആരും അങ്ങനെ ഗൗരവത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഡൈ ഉപയോഗിച്ചിട്ടേ ഇല്ലേ? ഒരു 8 വർഷം മുമ്പ് വരെ അത്യാവശ്യം ഉപയോഗിക്കലുണ്ട്. പിന്നീട് 8 വർഷമായിട്ട് തീരെ. അതും എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഈ ആറളത്തെ പള്ളിയിലൊക്കെ ജോലി ചെയ്ത ഒരു തങ്ങളുണ്ട്. തങ്ങൾ ഒരു ദിവസം എൻ്റെ വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്നെ നോക്കിയിട്ട് വേണ്ടി നിങ്ങൾ കറുപ്പിക്കലുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അത്യാവശ്യം കറുപ്പിക്കറി, അതിനൊരു ഓറഞ്ചിലായിരിക്കണമെന്നാണ്. പിന്നെ ഞാൻ കറുപ്പിച്ചിട്ടേ ഇല്ല. അത് ശരി. അത് അന്ന് അതുകൊണ്ട് ഇപ്പൊ ഒരു വലിയ മാറ്റം വന്നല്ലേ? മാറ്റം വന്നു. ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന മാത്രമല്ല, ഈ ഞാൻ പറഞ്ഞ ഡൽഹി പറഞ്ഞില്ല, ഡൽഹി യാത്രയിൽ ട്രെയിനിൽ സീറ്റ് കിട്ടാതെ നിൽക്കുമ്പോ, മെട്രോ ആണല്ലോ, മെട്രോയിൽ സീറ്റ് ഇല്ലാതെ നിൽക്കുമ്പോ ചെറുപ്പക്കാരിങ്ങനെ എഴുന്നേറ്റിട്ട് ചാച്ച ബൈട്ടോ എന്ന് പറയും. ഒരു അംഗീകാരാണ്, താടിന്റെ അംഗീകാരാണ്. അവിടെ ചാച്ച ബൈട്ടോ എന്നാണ്. ചാച്ച ബൈട്ടോ എന്ന് ബഹുമാനിക്കലാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ ഒരു വ്യക്തിയെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയ രംഗത്തേക്ക് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കടന്നു വന്ന ആ വഴികളും ഓർമ്മകളിലേക്ക് എടുക്കട്ടെ. ലീഗ് കടന്നു വന്നതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ, വളരെ ചെറിയ പ്രായത്തിൽ, 1974 ഇവിടെ ഇരിട്ടിയിൽ CH മുഹമ്മദ് കോയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു.
അന്നാണ് ആദ്യമായിട്ട് ലീഗിൻ്റെ ജാഥയിൽ പ്രകടനത്തിലെല്ലാം ഞാൻ പങ്കെടുത്തത്. ഇന്ന് ഞാൻ വളരെ ചെറുതാണ്. അന്നേരം മുതലേ ലീഗാണ്, അതിൽ മാറ്റം വന്നിട്ടില്ല. എൻ്റെ ആ കന്നി വോട്ട് ഞാൻ ചെയ്തത് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിന്. അത് ശരി. അന്ന് ഞങ്ങൾ ലീഗും പിന്നെ CPM-ഉമായിട്ട് ഈ പഞ്ചായത്തിലൊരു ധാരണ ഉണ്ട് 1980. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ പറ്റിക്കുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ധാരണ വന്നപ്പോൾ അവർക്ക് ആ വോട്ട് ചെയ്യേണ്ടത്, അത് ചെയ്തു. പാർലമെന്റിലേക്ക് അതേ 80-ൽ തന്നെ NR മത്സരിച്ചു. ഇപ്പോൾ NRന് വോട്ട് ചെയ്തു. അന്ന് ധാരണ അങ്ങനെയാണ് വന്നത്. ഈ ഇരിട്ടിയിൽ മാത്രം വന്നൊരു ധാരണയിലാണ് മറ്റേ വോട്ട് ചെയ്തത്. എന്നാൽ ജില്ലയിലോ അല്ലെ സ്റ്റേറ്റിലോ ഉള്ള ധാരണ UDF ആണ്. ആ അടിസ്ഥാനത്തിൽ അങ്ങനെ വോട്ട് ചെയ്തു. അപ്പോൾ കന്നി വോട്ട് പാർലമെന്റിലേക്ക് NR പിന്നെ പഞ്ചായത്തിലേക്ക് CPM-ന്റെ ഒരു നാരായണൻ, കോട്ടക്കുന്നിൽ നാരായണനോ ചെയ്തത്. ഓർമ്മകളിൽ ഇപ്പം തിളങ്ങി നിൽക്കുന്നു. തിളങ്ങി. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യ യൂണിയൻ മുസ്ലിം ഏതൊക്കെ ഘടകങ്ങൾ കടന്നു വരികയാണ് ഇപ്പം ജില്ലാ വൈസ് പ്രസിഡന്റിലേക്ക്? ഞാൻ പിന്നെ ഇരിട്ടി ടൗണിന്റെ ജോയിന്റ് സെക്രട്ടറി, പിന്നീട് ഞാൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, പഞ്ചായത്തിലായിട്ടില്ല. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്. അത് ഏതാണ്ട് ഒരുപാട് വർഷമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 4 ടേണായി, 4ാം ടേണിലാണ് ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് നിൽക്കുന്നത്. 4 ടേമായി. 4ാമത്തതാണ് ഇപ്പോൾ ഉള്ളത്. അത് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതീവ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അമ്മ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഒപ്പമുണ്ടായിരുന്നു. 95 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അമ്മയും ഞാനും ഒക്കെ ഒന്നിച്ച് മത്സരിച്ച് ഇരിട്ടിയിൽ നിന്ന് വളരെ പിന്നെ വലിയ പ്രതിസന്ധിയിലുള്ളൊരു വിജയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലുള്ള എന്നെക്കാട്ടി നല്ല ഉയർച്ച ഉള്ള ഒരു നേതാവ്, പിന്നെ റിബിൽ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൽ തന്നെ ഉള്ള ആള്, അത് LDF-ന്റെ തന്നെ എന്നെ പോലെ അറിയപ്പെടുന്ന ഒരാള്, ഞാനും 3 പേര് മത്സരിച്ചപ്പോൾ ത്രികോണ മത്സരത്തിൽ ഞാൻ 2 വോട്ടിനാണ് ജയിച്ചത്. 2 വോട്ടിന് തന്നെ ഒരുപാട് അവകാശികളുണ്ട്. രോഗത്തിൽ കിടന്ന ആളുണ്ട്, പ്രസവിച്ച് കിടന്ന സ്ത്രീകളുണ്ട്, അവരൊക്കെ വോട്ട് ചെയ്ത് അങ്ങനെ 2 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ പഞ്ചായത്തിൽ എത്ര ടേം ഉണ്ടായിരുന്നു? പഞ്ചായത്തിൽ 2 ടേം ഉണ്ടായിരുന്നു. 95 മുതൽ 2000 വരെയും 2005 മുതൽ 2010 വരെ 2 ടേം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ഇതിൽ പ്രസംഗത്തിൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പ്രസംഗം വെച്ചാൽ സത്യത്തിൽ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പം ഏതാണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഭാഷയെല്ലാം അറിയാം, ഹിന്ദിയെല്ലാം അറിയാം. അപ്പം ഞാൻ പത്രം വായിക്കുന്നതിൽ നിന്നും വരുന്ന അറിവ് വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാറ്. അത് ഓരോ ഘട്ടത്തിൽ വരുന്ന പ്രസംഗം എൻ്റെ ഒരു ലിമിറ്റ് പ്രസംഗം ഉണ്ടാവും. അല്ലാണ്ട് കടന്നു കയറി എന്തെല്ലോ പറയൂല. എൻ്റെ പ്രസംഗം തീരുമെന്ന് എനിക്കറിയാം. ആ തീരുന്ന സമയത്തേക്ക് അത് ഓഫാക്കും. പ്ലാനിങ്ങിൽ അങ്ങനെ പറയുന്നത്. അപ്പൊ ഹിന്ദിയിൽ നമ്മൾ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മള് അനുകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ നോക്കുമ്പോ നമ്മള് മോദിയുടെ ഒരു ഛായൊക്കെ ഉണ്ട്. അപ്പൊ മോദിയെ പോലെ നമ്മൾ പറയാനൊന്നും ശ്രമം നടത്തിക്കോ? ഇല്ല, നടത്തിയിട്ടില്ല. ഇത് എന്റെ ഗ്യാരണ്ടി എന്ന് പറയാമോ? അതൊന്നും നമ്മൾ എന്തിനാ പറയുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞതല്ലേ നമ്മൾ അങ്ങനെ പറയണ്ട. അത് രാഷ്ട്രീയ വേദികളിൽ വരുമ്പോ പിന്നെ BJP-നെ എതിർക്കേണ്ടടുത്ത് വരും, അതിനനുസരിച്ച് പറയാം. എതിർത്തിട്ട് പറയണം. LDF-നെ എതിർക്കേണ്ടടുത്ത് അതിനെതിർത്ത് പറയണം. പക്ഷെ ഇതെല്ലാം അങ്ങനെ എതിർപ്പെല്ലാം സ്റ്റേജുകളിൽ ഉണ്ടെങ്കിലും എല്ലാവരും നല്ല സുഹൃത്ത് ബന്ധമാണ്. എല്ലാവരും നല്ല സുഹൃത്തുക്കളുണ്ട്. CPM-ലായാലും അതിന്റെ ഉയർന്ന നേതാക്കന്മാർ, ഇരിട്ടിയിലുള്ള വലിയ നേതാക്കന്മാർ, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പറുകളുണ്ട്. അതെല്ലാം ഞാനായിട്ട് വളരെ അടുപ്പത്തിൽ പോകുന്ന ആളാണ്. അതുപോലെ മറുവശത്ത് BJP-ന്റെ ഉയർന്ന നേതാക്കന്മാർ എല്ലാം നല്ല അടുപ്പാണ്. അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. രാഷ്ട്രീയം എൻ്റെ വേറെയാണ്, അവരത് വേറെയാണ്. രാഷ്ട്രീയം എന്നാൾ പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ തെറിയൊന്നും പറയൂല. നല്ല സൗഹൃദത്തിൽ മുമ്പോട്ട് പോകും. കുടുംബത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തട്ടെ. കുടുംബം ഒന്ന് പറയാവോ? കുടുംബം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഫാദറിനെ പറയുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട കർഷകനായിരുന്നു എൻ്റെ വാപ്പ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മളെല്ലാം വളർത്തിയത്. പേര് മൂസ എന്നാണ്. മുണ്ടേരി മൂസ എന്നാണ് അറിയപ്പെടുക. അങ്ങനെയാണ് എന്നെ മുണ്ടേരി എന്ന് അറിയുന്നത്. മുണ്ടേരിയിൽ നിന്നും ഇവിടെ ഇരിട്ടിയിൽ വന്ന് താമസിച്ച ആളാണ്. അപ്പോൾ അത് കെയർ ഓഫിലാണ് എന്നെ മുണ്ടേരി എന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. വിദ്യാഭ്യാസം പോലും ഞങ്ങൾക്ക് ഇല്ലാത്തത് അതുകൊണ്ടാണ്, ആ ബുദ്ധിമുട്ടുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഞാനിങ്ങനെ സാധാരണ ഇവിടുന്ന് ടൗണിൽ നിന്ന് സത്യത്തിൽ ഇരിട്ടിയിലെ ചുമട്ടുതൊഴിലാളി വരെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ്.
ഇരിട്ടി ടൗണിലെ ചുമട്ടുതൊഴിലാളി ആയിരുന്നു ഒരു ഘട്ടത്തിൽ. അത് ശരിയാ. അങ്ങനെ വാഹനത്തിൽ ക്ലീനർ പണി, പിന്നീട് ഡ്രൈവർ, അങ്ങനെ പോയി ഇപ്പോൾ ഉള്ള പൊസിഷനിലെത്തി. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും വലിയ ഉയർച്ചയൊന്നുമില്ല. പക്ഷെ ഇന്ന് വരെ വേറെ വിഷമങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ പാർട്ടി കൂടെ തന്നെ ഉണ്ട്. പാർട്ടിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒക്കെ നല്ല നിലയിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലുണ്ടായാൽ അന്വേഷിക്കാനും സഹായിക്കാനും ഉണ്ടാവും. പിന്നെ അതുപോലെ UDF ആണ്. UDFിൻ്റെ ഇപ്പം MLA ആയാലും അല്ലെങ്കിൽ മറ്റേതിൻ്റെ നേതാക്കന്മാരും ഒക്കെ എല്ലാം നല്ല ഒരു ബന്ധം നിലനിർത്തുന്നു. കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു എൻ്റെ ഭാര്യൻ്റെ ഉപ്പ. പൊമ്മാണൻ ഇബ്രാഹിം എന്നാ പറയാ. ഇരിട്ടിയിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇളയ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പേരെന്താ അവരുടെ പേര് സാറാബി എന്നാണ് വിളിക്കുക. അപ്പം അവർ ആണ് എൻ്റെ ഭാര്യ. എനിക്ക് 3 മക്കളാണ്. മൂത്തത് പെണ്ണാണ്. അവളെ കല്യാണം കഴിപ്പിച്ചത് ആറളത്തെ പറമ്പത്ത് കണ്ടിയിലാണ്. അത് അയാളെ കെട്ടിയ ആളുടെ പേര് KP നാസിർ എന്നാണ്. മോളെ പേര് ആയിഷ. ആ, അപ്പോൾ ഒരു മോളേ ഉള്ളൂ. രണ്ടാമത്തത് ആണാണ്. അവൻ്റെ പേര് മഹറൂഫ് എന്നാണ്. ഓന് ഇരിട്ടി തന്നെ ചെറിയ ബിസിനസ്സിലായിട്ട് ഇരിട്ടി തന്നെ ഉണ്ട്. മൂന്നാമത്തത് ഷബീർ അലിയാണ്. പിന്നെ അയാളും ഇങ്ങനെ ഇവരെ പുറത്തായിരുന്നു, ഇപ്പം വന്നിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ അവരൊക്കെ കല്യാണം കഴിച്ചതാണ് അല്ലേ. ഒരാൾ ആറളത്ത് നിന്ന് കഴിച്ചു, ഒരാൾ ബിരാജിപ്പട്ടയിൽ നിന്ന് കഴിച്ചു, മകളെ ആറളത്ത് കെട്ടിച്ചു. അങ്ങനെ ഒരു ചുറ്റുപട്ട് തന്നെ എല്ലാവരും ഉണ്ട്. സ്വസ്ഥമായ ജീവിതം. ഇപ്പം ഞാൻ താമസിക്കുന്നത് ടൗണിൽ തന്നെയാണ്. ഇരിട്ടി ടൗണിൽ പഴയ കാലത്താണ് താമസം. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അത് തന്നെ പശ്ചാത്തലം. അതുകൊണ്ട് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മളെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ മാത്രമേ അറിയുന്നുള്ളൂ. അവരുടെ പിന്തുണയാണല്ലോ നമ്മുടെ വലിയ ബാക്ക്ഗ്രൗണ്ട്, സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഫ്രണ്ടിൽ റൗണ്ടൊന്നുമില്ല. അങ്ങനെ ചുറ്റുവട്ടമുണ്ട് സൗഹൃദ വലയത്തിലും. പിന്നീട് ആരെയും വിഷമിപ്പിക്കാണ്ടും മറ്റു വിഷമങ്ങൾ അറിയിക്കാണ്ടും മുമ്പോട്ടേക്ക് പോകാം. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളെല്ലാം ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിലുള്ള വെല്ലുവിളികൾ എന്തെങ്കിലും ഒരുപാടുണ്ടായിരുന്നു. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരു 2015 എനിക്ക് ഒരു മർദ്ദനം ഉണ്ടായിരുന്നു. എനിക്ക് നേരെ ഈ NDF NDFിന്റെ ഒരു പ്രവർത്തകൻ, പിന്നെ രാഷ്ട്രീയപരമായിട്ടായിരുന്നില്ല, പക്ഷേങ്കിൽ അയാൾ NDF എന്നുള്ള നിലക്ക് അയാളെ എല്ലാവരും അവർ സഹായിച്ചു കൊടുത്തു, രാഷ്ട്രീയത്തിലേക്ക് വന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച്, ആ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ വല്ലാതെ നിലയിൽ ഹറാസ് ചെയ്യുന്ന ഒരു രീതി വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈ NDFകാരൻ കയറി വന്ന് സംസാരിച്ചു. ഒരു മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അപ്പം അയാൾക്ക് അന്നേരം പെണ്ണിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരിൽ നിന്നും മർദ്ദനേറ്റു. അവിടുന്ന് സംസാരിച്ച് പിരിഞ്ഞു. പക്ഷെ അയാൾ ആ വിരോധം എന്നോട് തീർത്തു. എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്ധ്യാസമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓടി വന്നു. ഒരു കാല് പുറത്ത് വെച്ച് ഒരു കാല് അകത്തുള്ളവരാണ്. അയാൾ എന്നെ പിന്നെ ഒരു ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് വെട്ടി. അങ്ങനെ ഞാൻ വലിയ സീരിയസ് ആയിപ്പോയിന്. പിന്നീട് അത് രക്ഷപ്പെട്ടു വന്നു. അന്നേരം എൻ്റെ പാർട്ടി ഒന്നിച്ചുണ്ട്. സംസ്ഥാന കമ്മിറ്റി വേണ്ട കണ്ടീഷനിൽ എല്ലാം കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റീൻ്റെ എല്ലാ നേതാക്കന്മാരും ആശുപത്രിയിൽ വന്നു. ഇവിടുന്ന് MLA ഉൾപ്പെടെയുള്ള എല്ലാവരും വന്നു. ജില്ലൻ്റെ നമ്മളെ മരിച്ചുപോയ അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെ ആശുപത്രിയിലും എല്ലായിട്ട് അങ്ങനെ ഒരു നല്ല നിലയിൽ അതിനെല്ലാം എന്നെ സംരക്ഷിച്ചു. ഇപ്പോൾ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വിധി പറയാനായി. ഒരു പൊതുപ്രവർത്തനമേറ്റ ഒരു വലിയ ഒരു പിന്നെ വിഷമം. ഞാനങ്ങനെ പൊതുവെ സത്യത്തിൽ ആരും എൻ്റെ നേരെ അങ്ങനെ ഇപ്പോൾ CPM ആണല്ലോ നമ്മളെ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പ്. പക്ഷെ അവരൊന്നും ഇതുവരെ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ വന്നിട്ടേ ഇല്ല. അങ്ങനെ ആരെങ്കിലും ആലോചിച്ചാൽ തന്നെ അവിടെ തന്നെ അതിന്റെ നേതാക്കന്മാർ ഒതുക്കും. ഇപ്പൊ ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. ഒരു വലിയ സമാധാനം ഉണ്ടാക്കും എല്ലാ നേതാക്കന്മാരും. എത്ര മോശം നേതാക്കന്മാരായാലും പരസ്പരം ഒരു ധാരണ, സമാധാനം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും വരുത്തില്ല. ഇത് യാദൃശ്യമായിട്ട് വന്നു. അതും ഇരിട്ടിയിലുള്ള ആളല്ല. ഇരിട്ടിയിലുള്ള ഈ NDFിന്റെ പ്രവർത്തകന്മാരെല്ലാം എൻ്റെ അടുത്ത് വന്ന് കാണുകയും ചെയ്തു. നമ്മളറിയാതെ കൊണ്ടാ പറ്റീന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണത്. അതിൽ വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും അയാള് അയാളെ സ്ഥിരം പണിയാണ് ഇങ്ങനെ ആക്രമിക്കാൻ പോക്ക് സ്ഥിരം പണി. അങ്ങനെ വന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ ഒരു വളർച്ച ആ ചെറുപ്പം മുതൽ ഇങ്ങോട്ടേക്ക് അനുഭവിച്ചതാണല്ലോ, അതിനെ കുറിച്ചൊന്നും
നിലവിൽ മുസ്ലിം ലീഗിനകത്ത് പിന്നെ നേതാക്കന്മാരാകണം എന്ന് കരുതുന്ന ആള് വളരെ കുറവാണ്. എല്ലാവരും നേതാക്കന്മാരായി വരുന്ന ആളെ സഹായിക്കുന്ന ആളും. അവര് പ്രത്യേകിച്ച് വേറെ നേട്ടങ്ങളൊന്നും കാണുന്നില്ല. ലീഗ് എന്ന പാർട്ടി, ആ പാർട്ടിയുടെ പ്രവർത്തനം അവർ വിലയിരുത്തിയിട്ട് ഇതിൽ തുടർന്ന് പോകുന്ന ആളാണ്. പ്രത്യേകിച്ച് നേതാക്കന്മാരാകാൻ ആളൊന്നും വരില്ല. ഇന്ന് ഞാൻ തുടങ്ങുന്ന അന്ന് പിന്നെ ഇരിട്ടിയിൽ നമുക്ക് വലിയ സ്ട്രെങ്ത്തില്ലായിരുന്നു. അന്നൊക്കെ ഇവിടെ കോൺഗ്രസിനാണ് ഏറ്റവും മെജോറിറ്റി. രണ്ടാമത് CPM, ഒരു സൈഡിൽ ഇന്നത്തെ CPIM പോലെയാണ് ഇയാൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. പക്ഷെ അത് മാറി വന്ന് ഇന്ന് ഇരിട്ടിയിലും മറ്റേ പ്രത്യേകിച്ചിട്ട് പേരാവൂർ നിയോജകമണ്ഡലത്തിൽ പിന്നെ ഏതാണ്ട് 20% മുസ്ലിം ലീഗ് വോട്ടർമാരുണ്ട്. 27% മുസ്ലിം വോട്ടർമാരുണ്ട്. അതിൽ 20% മുസ്ലിം ലീഗ് വോട്ടർമാരാണ്. അങ്ങനെ ഒരു വലിയ സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ മൊത്തം ഉണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ ഒരു വലിയ കേന്ദ്രമാണ്. ഇവിടെ പിന്നെ CPM-നോട് ശരിക്കും പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറി. കോൺഗ്രസിനേക്കാളും വളർച്ചയുണ്ട് എന്ന് പറയുന്നില്ല. എന്നാൽ കോൺഗ്രസിനെ പോലെ തന്നെ ഞങ്ങൾക്കും നല്ല ഉണ്ട്. കോൺഗ്രസിന്റെ മുന്നണി ബന്ധത്തിൽ ഞങ്ങൾ ഒരു സഹോദരങ്ങളാണ്. കോൺഗ്രസ് ലീഗ് എന്ന ഒരു സെപ്പറേറ്റ് അല്ല മുന്നണി ബന്ധം. ഞാൻ പരസ്പര അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, കുടുംബത്തിലുണ്ടാവുമല്ലോ. അതല്ലാതെ ലീഗും കോൺഗ്രസും എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പാർട്ടി പോലുള്ള ഒരു നിലപാടിലാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില്ല ഞങ്ങൾ അങ്ങനെയാ പോവുക. മുണ്ടേരിക്ക എന്ന് വിളിക്കുന്ന ഇബ്രാഹിം മുണ്ടേരിക്കയാണ്, അല്ലെങ്കിൽ ഇബ്രാഹിം മുണ്ടേരിയാണ് എന്നോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചത്. അദ്ദേഹം തിരക്കുകളിടയിലും പൊതുപ്രവർത്തനത്തിന് തിരക്കിനിടയിലും ഇത്തിരി സമയം നമുക്ക് മാറ്റി നിർത്തിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഒപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ പരിപാടിയിൽ. തൽക്കാലം വിട പറയുന്നു. അടുത്തൊരു അതിഥിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരെ ബൈ.